കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിനെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച കേസിന്റെ മേൽനോട്ട ചുമതല ഫറൂഖ് ACPക്ക് നൽകിയിരിക്കുകയാണ്. യുവതിയുടെ അച്ഛൻ പോലീസിനെതിരെ ഉന്നയിച്ച പരാതികൾ കൂടി പരിശോധിക്കും. കേസിൽ പന്തീരങ്കാവ് പോലീസിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, വലിയ പരാതി പോലീസിനെതിരെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. വധശ്രമത്തിനടക്കം അതിനുശേഷമാണ്, ആ പരാതികൾക്ക് ശേഷമാണ് വധശ്രമത്തിനടക്കം കേസെടുത്തത്. നവവധുവിന്റെ ഭർത്താവ് രാഹുൽ ഇപ്പോൾ ഒളിവിലാണെന്നാണോ പോലീസ് കരുതുന്നത്? ദിവ്യ, ഈ കേസിൽ പോലീസിനെതിരെ വ്യാപകമായ വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. അതായത് ഈ ഭർത്താവ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള മർദ്ദനം, വധശ്രമം ഉൾപ്പെടെ നടന്നിട്ട് കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉദാസീനമായ നിലപാടാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എന്നായിരുന്നു ഈ നവവധുവിന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിച്ചിരുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മൊഴിയെടുക്കാൻ പോലും ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായില്ല എന്നും പരിഹസിക്കുന്ന രീതിയിൽ, ഇവരുടെ പരാതിയെയും ഇവർ പറയുന്ന കാര്യങ്ങളെയും പരിഹാസത്തോടെ സമീപിക്കുന്ന രീതിയിലുമായിരുന്നു പോലീസിന്റെ സമീപനമെന്നും ഈ വധുവിന്റെ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ നവവധുവിന്റെ പിതാവ് ഹരിദാസൻ ഉൾപ്പെടെ മീഡിയ വണിനോട് ഇക്കാര്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ചുമതല കൂടി മാറ്റുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ വധശ്രമവും ഒപ്പം തന്നെ ഈ സ്ത്രീധന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തത്. നേരത്തെ ഗാർഹിക പീഡന കുറ്റം മാത്രമായിരുന്നു ഈ കേസിൽ പോലീസ് ചുമത്തിയിരുന്നത്. അതിന് പിന്നാലെ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയായിരുന്നു വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ പോലീസ് ചുമത്താൻ തയ്യാറായതും. അതിന് പിന്നാലെ ഇപ്പോൾ ഈ അന്വേഷണ ചുമതല, അതിൻ്റെ മേൽനോട്ട ചുമതല ഫറൂഖ് ACPക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ വധുവിൻ്റെ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉദാസീനമായ നിലപാടുണ്ടായി, ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ മൊഴിയെടുക്കാൻ തയ്യാറായില്ല, ഈ രാഹുലിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന നിലയിലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരുടെ അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള പീഡനമാണ്, മർദ്ദനമാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പറവൂർ സ്വദേശിയായ യുവതി നേരിടേണ്ടി വന്നത്. മെയ് 5-ാം തീയതിയായിരുന്നു വിവാഹം കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മെയ് 11-ാം തീയതിയാണ് ഈ തോതിൽ, വലിയ തോതിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഈ മൊബൈൽ ചാർജറിൻ്റെ കേബിൾ കൊണ്ട് കഴുത്തിൽ കുരുക്കുന്ന നിലയുണ്ടായി, തലയിൽ ഇടിക്കുന്ന അവസ്ഥയിലേക്ക് പോയി, മുതുകിൽ ബെൽറ്റ് കൊണ്ട് അടിക്കുന്ന നില, ആ തരത്തിൽ വലിയ തോതിൽ മർദ്ദിക്കുന്ന അവശയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഈ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നോടി മർദ്ദിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ തൊട്ടു പിറ്റേ ദിവസം ഇവരുടെ ഈ യുവതിയുടെ കുടുംബം സൽക്കാരത്തിന് വേണ്ടി പന്തീരങ്കാവിലെ ഭർത്തൃ വീട്ടിൽ എത്തിയപ്പോൾ മാത്രമാണ് ഈ തരത്തിൽ പീഡനം നടന്ന കാര്യം, മർദ്ദനം നടന്ന കാര്യം അറിയുന്നത്. അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇത്രയും മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായത്. നേരത്തെ നമുക്കറിയാം, സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് പല കേസുകളും നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളും ജാഗ്രതയും ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തിരുന്ന് ഈ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായത്. ഇപ്പോൾ ഈ അന്വേഷണ ചുമതലയുള്ള പന്തീരങ്കാവ് SHO മാറ്റണമെന്ന ആവശ്യം കൂടി യുവതിയുടെ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നത് കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ദിവ്യ.